നമസ്കാരം. പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതരായ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ കുടുംബമാണ് കൃഷ്ണകുമാറിൻ്റേത്. ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളായ അഹാന, ദിയ, ഇഷാനി, ഹൻസിക എന്നിവരെല്ലാം തന്നെ തങ്ങളുടെ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. സ്വന്തമായി എല്ലാവർക്കും യൂട്യൂബ് ചാനലുമുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ താരകുടുംബം പങ്കുവയ്ക്കുന്ന വീഡിയോ വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത്. ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സിന്ധു കൃഷ്ണയുടെ അച്ഛന്റെ വിയോഗം. അപ്പൂപ്പന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ വിഷമം പങ്കുവെച്ച് കൊച്ചുമക്കളെല്ലാം എത്തിയിരുന്നു. ഒരാൾ മരിച്ചുപോയി, പക്ഷേ അവരെക്കുറിച്ച് ഓർത്തിരിക്കാൻ ലോകത്ത് ആൾക്കാരുള്ളിടത്തോളം അവരുടെ ആത്മാവ് ഇവിടെ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരോടൊപ്പമുള്ള നല്ല നിമിഷങ്ങൾ മനസ്സിൽ എന്നും ഉണ്ടാകും. ലിയാൻ അപ്പൂപ്പനെ കണ്ടിട്ടുണ്ട്. അവനെ ഓർത്തിരിക്കും. ഫോട്ടോയൊക്കെ കണ്ട് അവന് ചെറിയ ഓർമ്മ കാണും. ഓമയ്ക്ക് ഓർമ്മയേ ഉണ്ടാവില്ല. ഗ്രാൻഡ് ഫാദറിനെ അവൻ ഓർക്കാൻ അവരൊന്നിച്ചുള്ള ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വരും. ഇനി വരുന്ന മക്കൾക്ക് അപ്പൂപ്പനെ ഓർത്തിരിക്കാനും എനിക്ക് ഓർക്കാനും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൂപ്പനെ കുറിച്ച് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കും. ഇത്ര പെട്ടെന്ന് മരിക്കുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചിരുന്നില്ല. 2024 ഞങ്ങൾ സിംഗപ്പൂരിൽ പോയിരുന്നു. അന്നേ കുറച്ച് വീക്കായിരുന്നു അദ്ദേഹം. ഇനി അപ്പൂപ്പനെയും കൊണ്ടൊരു ഇന്റർനാഷണൽ ട്രിപ്പ് നടക്കില്ലെന്ന് അന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. അപ്പൂപ്പൻ എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇടയ്ക്കൊക്കെ ക്ഷീണം വരുന്നുമുണ്ടായിരുന്നു. ഓസിയുടെ കല്യാണം വരെ ഒരുവിധം ആരോഗ്യവും ഉണ്ടായിരുന്നു. അന്ന് നന്നായി ഡാൻസൊക്കെ കളിച്ചതാണ്. എല്ലാ സ്റ്റെപ്പും ഓർത്ത് വെച്ചിരുന്നു. പണ്ടേ ഡയബറ്റിക് ആണ് അപ്പൂപ്പൻ. ഗുളികകളൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ഇടയിൽ ഒരു സ്ട്രോക്ക് വന്നിരുന്നു. ആദ്യം അത് മനസ്സിലായിരുന്നില്ല. കാറിൽ നിന്നും തന്നെ ഇറങ്ങിയാണ് ആശുപത്രിയിലേക്ക് പോയത്. 2024 അത്. ഇനി സ്ട്രോക്ക് വരാതെ നോക്കണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. അതിൽ നിന്നൊക്കെ മാറി എല്ലാ പരിപാടികളും പങ്കെടുക്കുന്നുമുണ്ടായിരുന്നു. പിന്നെയും ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴാണ് അടുത്ത സ്ട്രോക്ക് വന്നത് അറിഞ്ഞത്. ഇനിയും വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. സർജറി ചെയ്താൽ മാറ്റമുണ്ടാകുമെന്നും പറഞ്ഞിരുന്നു. അതിലൊക്കെ പക്കയായിരുന്നു. 3-4 മാസം കൂടുമ്പോൾ ആരോഗ്യം കുറച്ച് താഴേക്ക് വരുന്നത് പോലെയായിരുന്നു. ചെരുപ്പിടാനൊക്കെ പ്രയാസമായിരുന്നു. ഇരുന്നാൽ എഴുന്നേൽപ്പിക്കണമായിരുന്നു. പിന്നെ അപ്പൂപ്പൻ തന്നെ നടന്നോളും. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൂപ്പൻ പറയില്ലായിരുന്നു മുൻപ്. അടുത്തിടെ അമ്മയെ വിളിച്ച് ചെറിയ ബുദ്ധിമുട്ടുകൾ വരെ പറയാറുണ്ടായിരുന്നു. മരിക്കാൻ പേടിയായിരുന്നു. 5-6 വർഷം ഇങ്ങനെ അങ്ങ് പോകുമെന്നായിരുന്നു ഞങ്ങൾ കരുതിയത്. പുള്ളിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന ടെൻഷൻ മനസ്സിലുണ്ടായിരുന്നു. അനങ്ങുന്നില്ലെന്ന് പറഞ്ഞ് ഇടയിലൊക്കെ കോൾ വരുമായിരുന്നു. പെട്ടെന്ന് തന്നെ ആൾ റെഡിയാവും. ഷുഗർ എന്തോ താഴുന്നതാണ്. ഇത്തവണയും വീണു എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പെട്ടെന്ന് ശരിയായി വരുമെന്നായിരുന്നു അമ്മയും ഞാനും കരുതിയത്. മരിക്കുന്ന ദിവസം സാധാരണ പോലെയായിരുന്നു. രാവിലെ ദോശയും ചട്നിയും ഒക്കെ കഴിച്ചതാണ്. കപ്പ പുഴുങ്ങുന്നുണ്ടായിരുന്നു, അതും കഴിച്ചിരുന്നു. ഉച്ചയ്ക്ക് സിനിമയൊക്കെ കണ്ടതാണ്. വൈകുന്നേരം ചിപ്സും ചായയും കഴിച്ചതാണ്. ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു. ഹോം നേഴ്സിനൊപ്പമായിരുന്നു പോയത്. ഞാൻ പോവുകയാണെന്ന് 3 വട്ടം അപ്പൂപ്പൻ അമ്മൂമ്മയോട് പറഞ്ഞിരുന്നു. ഇതെന്താണെന്ന് അമ്മൂമ്മയ്ക്ക് മനസ്സിലായില്ല. തല കറങ്ങുന്നു, ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ബെഡിൽ കിടത്തി. ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെയും എനിക്ക് വയ്യ എന്ന് പറഞ്ഞിരുന്നു. അതായിരുന്നു അവസാന നിമിഷം. ആശുപത്രിയിലേക്ക് കാറിൽ പോകുമ്പോഴാണ് എന്നെ വിളിച്ച് അപ്പൂപ്പൻ പോയെന്ന് പറയുന്നത്. എനിക്ക് അന്നും ഇന്നും വിശ്വസിക്കാനായിട്ടില്ല. ഞങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അപ്പൂപ്പൻ അങ്ങ് പോയി. ഞങ്ങൾ എല്ലാവരും ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ പോകുന്നതാണ്. പക്ഷേ ഈ സമയത്ത് എല്ലാവരും നാട്ടിലുണ്ടായിരുന്നു. തൻവി ഒഴികെ എല്ലാവരും എത്തി. യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലായിരുന്നു അപ്പൂപ്പന്. ചായയൊക്കെ കുടിച്ച് കളിച്ച് ചിരിച്ച് പോയതാണ്. കാർഡിയക് അറ്റാക്ക് ആയിരുന്നു. അവസാനമായി അപ്പൂപ്പനെ നോക്കിയത് നല്ലൊരു ഹോം നേഴ്സ് ആയിരുന്നു. 22 വയസ്സുള്ള ഒരു പയ്യനായിരുന്നു. സ്വന്തം അപ്പൂപ്പനായി അവനെ ഏറ്റെടുക്കുകയായിരുന്നു. ഫ്രണ്ട്സിനെ പോലെയായിരുന്നു അവർ. ഇതാണ് അപ്പൂപ്പനെ കുറിച്ച് അഹാന കൃഷ്ണ എഴുതിയിരിക്കുന്ന കുറിപ്പ്. വളരെ വികാരധീനയായാണ് അഹാന കൃഷ്ണ ഈ വാക്കുകൾ എഴുതിയിരിക്കുന്നത്. അതേസമയം അച്ഛൻ മരിച്ച കുറച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് സിന്ധു കൃഷ്ണ വ്ളോഗ് പങ്കുവച്ചതും ചർച്ചയായിരുന്നു. ഇതിന് കാരണമുണ്ടെന്ന് സിന്ധു പറഞ്ഞിരുന്നു. അച്ഛൻ്റെ അവസാന നിമിഷങ്ങളുള്ള വിഷ്വലുകൾ ഉള്ളത് കൊണ്ടാണ് ഈ വീഡിയോ പങ്കുവച്ചത്. അനാവശ്യമായ നെഗറ്റീവ് കമന്റുകൾ ഒഴിവാക്കണമെന്ന് സിന്ധു പറഞ്ഞിരുന്നു. അച്ഛൻ്റെ മരണത്തെക്കുറിച്ചും സിന്ധു കൃഷ്ണ സംസാരിച്ചിരുന്നു. ശനിയാഴ്ച ഡാഡിയെയും കൊണ്ട് ആശുപത്രിയിൽ പോയപ്പോൾ ECG എല്ലാം എടുത്തിരുന്നു. ഒരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞു. ഞായറാഴ്ച ഡാഡി ഇവിടെ ഇരുന്ന് സിനിമ കണ്ട് ആസ്വദിക്കുന്ന വിഷ്വൽസ് ഡാഡിയുടെ ഹോം നേഴ്സ് ആദ്യം അയച്ചു തന്നു. ഡാഡിയുടെ വിവരങ്ങളെല്ലാം പുള്ളി ഫോട്ടോ അയച്ചു തന്നുകൊണ്ടിരിക്കും. ഡാഡി വീണപ്പോഴും ഡ്രൈവർ വന്നപ്പോഴും എല്ലാം ഡാഡി മരണപ്പെടുമെന്ന് കരുതിയില്ല. ഡാഡിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇനി അങ്ങോട്ട് ഡാഡിയുടെ ക്ലിപ്പുകൾ അധികം കാണില്ലെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞു. അതേസമയം വ്ളോഗിലൂടെയായി ഡാഡിയുടെയും മമ്മിയെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട് സിന്ധു കൃഷ്ണ. അപ്രതീക്ഷിതമായി ഡാഡിയെ നഷ്ടമായതിന്റെ വേദനയിലാണ് കുടുംബം മുഴുവനും. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിഞ്ഞ് വരികയായിരുന്നു അദ്ദേഹം. സിന്ധു കൃഷ്ണയും സിമിയുമാണ് മക്കൾ. മൂത്ത മകളായതിനാലും വീടിനടുത്ത് തന്നെ ആയതിനാലും സിന്ധുവാണ് ഡാഡിയുടെയും അമ്മയുടെയും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. വീട്ടിൽ പാചകത്തിനും മറ്റു കാര്യങ്ങളുമൊക്കെ സഹായിക്കാൻ ആളുകളുണ്ട്. ഡാഡിയുടെ കാര്യങ്ങൾ നോക്കാനായി ഹോം നേഴ്സിനെ വെച്ചിട്ടുണ്ട്. കൃത്യമായി മരുന്നും ആഹാരവും അവർ നൽകും. ചെക്കപ്പിനായി ആശുപത്രിയിലേക്കും കൊണ്ടുപോകാറുണ്ട്. ഇടയ്ക്ക് മകളുടെ വീട്ടിലേക്ക് ഡാഡി എത്താറുണ്ട്. ആ വിശേഷങ്ങൾ വ്ളോഗിലൂടെയായി എല്ലാവരും കാണിക്കാറുണ്ട്. ഡാഡിയും ഓമിയും ഒന്നിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു സിന്ധു കൃഷ്ണ പങ്കുവച്ചത്. ഓമിയെ മടിയിലിരുത്തി കൊഞ്ചിക്കുകയാണ് ഡാഡി.
അപ്പൂപ്പന് നടക്കാൻ വയ്യ, പിന്നെ എന്തു ചെയ്യും? അപ്പൂപ്പന് നിന്നെപ്പോലെ നടക്കണമെങ്കിൽ സഹായം വേണമെന്നായിരുന്നു ഡാഡി പറഞ്ഞത്. ഓമിക്ക് വെളിയിൽ പോണോ എന്നായിരുന്നു സിന്ധുകൃഷ്ണ ചോദിച്ചത്. ഡാഡി വരുമ്പോൾ ഓമി ഇവിടെ ഉണ്ടെങ്കിൽ എടുക്കാനായി ചാടും അവൻ. ഡാഡിക്ക് തനിയെ അങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ട് എടുക്കാനൊന്നും പറ്റില്ല. മടിയിലിരുത്തി കൊടുത്താൽ കളിപ്പിക്കും. ഇടയ്ക്ക് കണ്ട് ഡാഡിയുമായും നല്ല കൂട്ടാണ് ഓമി. ഓമി വന്നില്ലേ എന്ന് ഡാഡിയും അമ്മയും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ടെന്നും സിന്ധുകൃഷ്ണ പറഞ്ഞിരുന്നു. അതേസമയം ഏറ്റവും വലിയൊരു നഷ്ടം സംഭവിച്ച വേദനയിലാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം. ഇപ്പോഴും വേദനയിൽ നിന്നും പുറത്തു കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കൊച്ചുമക്കളെല്ലാം പറഞ്ഞത്. ഹൻസിക കൃഷ്ണയുടെ അപ്പൂപ്പനെ കുറിച്ചുള്ള വാക്കുകളും ഏറെ വൈറലായിരുന്നു. ഒരുമിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ ഇപ്പോഴും മനസ്സിനെ അലട്ടുന്നു. ആ വേദനയോടെയാണ് ഹൻസിക അപ്പൂപ്പനൊപ്പമുള്ള കുറച്ചധികം ഫോട്ടോകൾക്കൊപ്പം ഇമോഷണലായ പോസ്റ്റ് പങ്കുവച്ചത്. മുത്തശ്ശൻ ഞങ്ങളെ വിട്ടു പോയിട്ട് 6 ദിവസങ്ങളാവുന്നു. ഇപ്പോഴും എനിക്കത് അംഗീകരിക്കാനായിട്ടില്ല. ഓരോ നിമിഷവും മുത്തശ്ശന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു. എനിക്കറിയാം, സ്വർഗത്തിലിരുന്ന് ഞങ്ങളെ അപ്പൂപ്പൻ കാണുന്നുണ്ടാവും. ഏറ്റവും സ്വീറ്റസ്റ്റ് ആത്മാവാണ് അപ്പൂപ്പൻ. അപ്പൂപ്പന്റെ തമാശകൾ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നു. കുറച്ചുകൂടെ വലുതായിട്ട് അപ്പൂപ്പന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. നമ്മുടെ കുടുംബത്തിൽ ഞാനും അപ്പൂപ്പനുമാണ് എല്ലാ കാര്യത്തിലും ഒരുപോലെ. ആ ചിന്തയാണ് എന്നെ ഇപ്പോൾ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത്, അതുപോലെ കംഫർട്ടാക്കുന്നത്. നമ്മൾ ഒരുമിച്ച് ഇനിയും ഒരുപാട് നേരം ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. അതേപോലെ 20 വർഷം അപ്പൂപ്പനൊപ്പം ചിലവഴിക്കാൻ കഴിഞ്ഞതും വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. അപ്പൂപ്പനൊപ്പം ഡ്രാമ കാണുന്നത് ഞാൻ മിസ് ചെയ്യും. TV കാണുന്നത് അപ്പൂപ്പൻ എത്രത്തോളം ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പൂപ്പന്റെ ആത്മാർത്ഥമായ നിഷ്കളങ്കമായ ചിരി എനിക്ക് എന്തിഷ്ടമാണ്. നല്ലൊരു മനുഷ്യനും മകനും സഹോദരനും ഭർത്താവും അച്ഛനും മുത്തശ്ശനും ഒക്കെയാണ് അപ്പൂപ്പൻ. ജീവിതത്തിൽ ഒരാൾ എനിക്ക് അതുപോലെ വേണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഒരുപാട് മിസ് ചെയ്യുന്നു മുത്തശ്ശ. എൻ്റെ ഹാൻസം അപ്പൂപ്പൻ എന്നാണ് ഹൻസികയുടെ പോസ്റ്റ്. വളരെ ഇമോഷണലായ ഒരു കുറിപ്പ് ഇഷാനി കൃഷ്ണയും പങ്കുവച്ചിട്ടുണ്ട്. ഇതുപോലൊരു ശൂന്യത മുൻപ് ഒരിക്കലും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഇനി ഒരിക്കലും അപ്പൂപ്പനെ കാണാൻ പറ്റില്ല എന്നത് എനിക്ക് അംഗീകരിക്കാനാവുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ വല്ലാതെ മിസ് ചെയ്യും. അമ്മയ്ക്കും അപ്പൂപ്പനും ഒപ്പം കിടക്കാൻ ഓസിയുമായി വഴക്കിടുന്നത്, ഞങ്ങൾക്ക് വേണ്ടി പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വാങ്ങി വരുന്നത്, ഒരുമിച്ചിരുന്ന് കുസ്തി കാണുന്നത്, വളരെ ശ്രദ്ധയോടെ ഞങ്ങളുടെ പുസ്തകങ്ങൾ പൊതിഞ്ഞു തരുന്നത്, അന്ന് അതൊക്കെ വളരെ സാധാരണമായി തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാത്തിനും അർത്ഥം തോന്നുന്നു. ആ നിമിഷങ്ങളിൽ ഒരിക്കൽ കൂടെ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. തമാശക്കാരനായ, ദയയുള്ള, സുന്ദരനായ, എല്ലാവരെയും മനസ്സിലാക്കുന്ന ശക്തനായ അപ്പൂപ്പനായി എന്നും ഓർമ്മിക്കപ്പെടും. എന്നെങ്കിലും നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എവിടെയായിരുന്നാലും അവിടെ സമാധാനം കണ്ടെത്താൻ അപ്പൂപ്പന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇഷാനി കൃഷ്ണയുടെ പോസ്റ്റ്.